നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാദം അടച്ചിട്ട മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദം അടച്ചിട്ട മുറിയിൽ തന്നെ നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും സമാനമായുള്ള ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിലാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് സ്വകാര്യമായിട്ടുള്ള വളരെ പ്രൈവസി അല്ലെങ്കിൽ ഒരു സ്വകാര്യത നിറഞ്ഞ ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദം അടച്ചിട്ട മുറിയിലായിരിക്കണം എന്ന ഒരു ആവശ്യം ഇരു കൂട്ടരും ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ രണ്ട് കൂട്ടർക്കും യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. ഒരുപോലെ ഈ ഒരു ആവശ്യം രണ്ടുപേരും മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാനാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം വാദം തുടങ്ങും. ഇരയുടെ ആവശ്യം പരിഗണിക്കും. ഇരയ്ക്ക് പലതും വെളിപ്പെടുത്താനുണ്ട്. വ്യക്തിപരമായ പല കാര്യങ്ങളും പറയണം. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്ന ആവശ്യപ്പെട്ടത്. എന്തായാലും ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടായിരുന്നവരൊക്കെ പുറത്തേക്ക് പോയി ഇനി അടച്ചിട്ട മുറിയിൽ തന്നെ വാദം കേൾക്കും. അതായത് ഇരയ്ക്കും അതുപോലെ തന്നെ രാഹുലിനും എന്താണ് പറയാനുള്ളതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. അന്വേഷണ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം ഹാജരാക്കും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് SIT പ്രത്യേകമായ അന്വേഷണം നടത്തിയിരുന്നു. പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഹാജരാക്കും. റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഗർഭചിത്രത്തിനടക്കം തെളിവുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ്. പരാതി കൊടുത്തിട്ടും ഇരു കൂട്ടരും സംസാരിക്കാറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഈ ഒരു വിഷയത്തിൽ ആദ്യം ഒരു ഓഡിയോ പുറത്തു വരുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, ഈ അതിജീവിതയോട് സംസാരിക്കുന്നു. പക്ഷെ പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് അതിജീവിത പറയുന്നു. പക്ഷേ രണ്ടാമതും ഓഡിയോ പുറത്തു വരുന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നു. ഇതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന പ്രതിഭാഗം വാദം അത് വില പോകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു വാദമെന്ന് പറയുന്നത് പ്രതി വളരെയധികം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് മറുവശത്ത് നിന്നും. എന്തായാലും ആരുടെ ആവശ്യമാണ് അംഗീകരിക്കപ്പെടുക എന്നത്, ആരുടെ ആവശ്യമാണ് തള്ളപ്പെടുക എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമാവുകയുണ്ട്. താമസക്കാരുടെ മൊഴി ഉൾപ്പെടെ SIT സംഘം അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് ഹാജരാക്കാൻ ഒരുങ്ങുന്നത്. ഡിജിറ്റൽ തെളിവുണ്ട്, ഓഡിയോ തെളിവുണ്ട്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയും പുറത്തു വരാത്ത ചില ചാറ്റുകളുണ്ട് എന്നാണ് അതിജീവിത പറയുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ മാത്രമല്ല ചാറ്റുകൾ, അതിനപ്പുറത്തേക്ക് തനിക്ക് പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ തനിക്ക് ഹാജരാക്കാൻ ചില ചാറ്റുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രാഹുലിൻ്റെ ഭാഗം വാദിക്കുന്നത് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഗൂഢാലോചന എന്നാണ്. സ്വമേധ കേസെടുത്തപ്പോൾ പരാതിയില്ലാത്ത അതിജീവിത മാസങ്ങൾക്ക് ശേഷം പരാതിയുമായി വന്നതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള വാദം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നു. എന്തായാലും അല്പസമയത്തിനകം അടച്ചിട്ട് കോടതി മുറിയിൽ വാദം ആരംഭിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ കേസെടുക്കും. ഇന്നലെ കിട്ടിയ പരാതിയിലാണ് കേസെടുക്കുക. ഗുരുതര സ്വഭാവമുള്ള പരാതി തള്ളിക്കളയാനാകില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കേസെടുത്ത ശേഷം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് തീരുമാനമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം രാഹുലിനെതിരെ നടപടി കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനം. KPCC ശുപാർശയോടെ AICC തീരുമാനമെടുക്കും. തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് പ്രധാന ദിവസം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും. അറസ്റ്റ് ഉണ്ടാകുമോ അതോ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ എന്ന ചോദ്യം നിലവിൽ നിൽക്കുന്നു. മാത്രമല്ല മറുവശത്ത് ഇന്ന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.